ഇനിയുള്ള ഒരു മണിക്കൂർ നമ്മൾ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ജനകീയ വിഷയങ്ങളിലേക്ക് നേരിട്ടുള്ള 24-ന്റെ ഇടപെടലാണ് പൊതുജനം കഴുതയല്ലസർ എന്ന പരിപാടി. പ്രേക്ഷകർക്ക് നേരിട്ട് ഈ പരിപാടിയുടെ ഭാഗമാകാം. ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതിനെല്ലാം അവസരമുണ്ട്. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് പൊതുജനം കഴുതയല്ലസർ. പൊതുജനം കഴുതയല്ല സാർ. നാട്ടിലെ ഏതെങ്കിലും ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. ആ വിഷയങ്ങൾ അറിയിക്കാം. 0484-2830-510 ഈ നമ്പറിൽ നേരിട്ട് വിളിച്ച് ജനകീയ വിഷയങ്ങൾ അറിയിക്കാം. വാട്സാപ്പ് വഴി ദൃശ്യങ്ങൾ, വാർത്തകൾ ഇതൊക്കെ ഞങ്ങൾക്ക് അയച്ചു നൽകാം. 6235968937 ഈ നമ്പറിലൂടെ വാട്സാപ്പ് വഴി ദൃശ്യങ്ങളും വാർത്തകളുമൊക്കെ ഞങ്ങളിലേക്ക് എത്തിക്കാം. കേന്ദ്ര ബജറ്റ് കഴിഞ്ഞ ദിവസമാണ് അവതരിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പരാമർശങ്ങൾ അതിപ്പോഴും കേരളത്തിൽ സജീവ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ തഴഞ്ഞതിന് പിന്നാലെ അധിക്ഷേപവും പരിഹാസവുമായി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ. കേരളം പിന്നാക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ കൂടുതൽ സഹായം ലഭിക്കും എന്നായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം. നിലവിളിക്കുകയല്ല, കേന്ദ്രവിഹിതം സംസ്ഥാനത്ത് ചെലവഴിക്കുകയാണ് വേണ്ടത് എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാക്കുകൾ. കേന്ദ്രമന്ത്രിമാരുടെ പരാമർശത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് LDF, UDF നേതൃത്വങ്ങൾ പ്രതികരിച്ചത്. ജോർജ് കുര്യൻ പ്രസ്താവന പിൻവലിച്ച് രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് സമ്പൂർണ്ണ അവഗണനയായിരുന്നു കിട്ടിയത്. എങ്കിലും അധിക്ഷേപത്തിനും പരിഹാസത്തിനും ഒരു കുറവുമില്ല. വയനാട്, വിഴിഞ്ഞം ഉൾപ്പെടെ പാക്കേജുകൾക്കായി കേരളം ആവശ്യപ്പെട്ടത് 24,000 കോടി രൂപ. പക്ഷേ ഒന്നും കിട്ടിയില്ല. വൻകിട പദ്ധതികളുടെ കൂട്ടത്തിൽ കേരളത്തിന് ഒന്നുമില്ല. ഇതോടെ കേന്ദ്ര ബജറ്റിനെതിരെ CPM-ഉം കോൺഗ്രസും ഒരുപോലെ വിമർശനവുമായി രംഗത്തെത്തി. പിന്നാലെ ബജറ്റിനെ ന്യായീകരിക്കാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നടത്തിയ പരാമർശങ്ങളാണ് വിവാദമായത്. കേരളം പിന്നാക്കമാണെന്ന് പ്രഖ്യാപിച്ചാലേ കൂടുതൽ സഹായം ലഭിക്കൂ. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും അടിസ്ഥാന സൗകര്യ മേഖലയിലും പിന്നാക്കമാണെന്ന് പ്രഖ്യാപിക്കൂ. എന്നാൽ അത് കമ്മീഷൻ പരിശോധിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകും. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ. അപ്പോൾ കിട്ടും. ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ്, ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും. കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കും. ബജറ്റിനെ പിന്തുണച്ചും സർക്കാരിനെ പരിഹസിച്ചും സുരേഷ് ഗോപിയും രംഗത്തെത്തി. കേന്ദ്രവിഹിതം കേരളം കൃത്യമായി ചെലവഴിക്കണം, അല്ലാതെ നിലവിളിക്കുകയല്ല വേണ്ടത്. വിലയിരുത്തലിലൂടെ വകയിരുത്തലും നൽകലും ഓരോ പ്രധാനപ്പെട്ട മേഖലയിലേക്കാണ്. ടൂറിസത്തിനും പറഞ്ഞു. ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ആ ടൂറിസത്തിനൊരു കോർപ്പസ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം നിലവിളിക്കുകയല്ല വേണ്ടത്. ആത്മാർത്ഥമായി കിട്ടുന്ന ഫണ്ട് വകമാറ്റി ചെലവാക്കി. ട്രൈബലിന്റെ കാര്യം ഇവിടെ ശ്രീ ടോം വടക്കൻ പറഞ്ഞു. പരാമർശങ്ങൾക്കെതിരെ ശക്തമായ വിമർശനമാണ് ഉയരുന്നത്. കേരളത്തിലെ BJP നേതാക്കൾ കേരള വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് MV ഗോവിന്ദൻ. കേരളത്തിനെതിരായിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുക, എന്നിട്ട് കേരളം എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെങ്കിൽ കേരളം ദരിദ്രമാവണം, അങ്ങനെ ദരിദ്രമാവട്ടെ എന്ന കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുക. അത്തരം സമീപനം സ്വീകരിക്കുന്ന BJP അതുപോലെ തന്നെ നേതാക്കൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വിശകലനം ചെയ്യും. കേന്ദ്രത്തിന് മുന്നിൽ പിച്ചച്ചട്ടിയുമായി നിൽക്കാൻ കേരളത്തിന് സൗകര്യമില്ലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പിച്ചച്ചട്ടി നീട്ടുന്നത് പോലെ കേന്ദ്രത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ സൗകര്യമില്ല. ഈ അവകാശങ്ങൾ കേരളം നടപ്പിലാക്കിയത് കേരള മോഡൽ ഇന്ന് മറ്റു പല സംസ്ഥാനങ്ങളും മാതൃകയാക്കുകയാണ്. ജോർജ് കുര്യന്റെ പ്രസ്താവന കേരളത്തെ അപമാനിക്കുന്നതാണെന്നും മന്ത്രിസ്ഥാനം രാജിവെച്ച് കേരളത്തോട് മാപ്പ് പറയണമെന്നും പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടു. മന്ത്രി VN വാസവനും CPM നേതാവ് EP ജയരാജനും ജോർജ് കുര്യനെതിരെ രംഗത്തെത്തി. എന്നാൽ ജോർജ് കുര്യന് പ്രതിരോധം തീർക്കുകയാണ് BJP കേന്ദ്രങ്ങൾ. എന്തും വിവാദമാക്കാനുള്ള ചിലരുടെ കുരുട്ടുബുദ്ധിയാണ് ഈ വിവാദത്തിന് പിന്നിലും. ജനസംഖ്യയിൽ മുന്നിട്ട് നിൽക്കുകയും ജീവിത നിലവാരത്തിൽ പിന്നാക്കം നിൽക്കുകയും ചെയ്യുന്ന ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളെ കൈപിടിച്ചുയർത്തുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയമെന്നാണ് BJP കേന്ദ്രങ്ങളുടെ വിശദീകരണം. ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കൂടി ശ്രമഫലമായാണ് കേരളം ഈ കാണുന്ന രീതിയിൽ പുരോഗതി കൈവരിച്ചത്. അതുകൊണ്ട് അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കേന്ദ്രമന്ത്രി തിരുത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.
പ്രേക്ഷക പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. ഈ വിഷയത്തിൽ ആരിഫ് AP കളത്തൂർ പറയുന്നു, കേന്ദ്ര ബജറ്റിൽ പതിവ് പോലെ കേരളത്തിന് അവഗണന തന്നെയാണ്. ഇന്നത്തെ കേന്ദ്ര ഭരണകൂടത്തിന് കേരളത്തിലുള്ള നിലപാടും മോശമാണ്. കേരളത്തിന് ലഭിക്കേണ്ട പലതും സാങ്കേതികത്വം പറഞ്ഞ് തടയുകയാണ് കേന്ദ്രം എന്നാണ് ആ പ്രേക്ഷകൻ ഇപ്പോൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുന്നത്. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന 1,00,000 ലക്ഷത്തിലധികമുള്ള ആശാ വർക്കർമാർക്ക് ഓണറേറിയം മുടങ്ങിയിട്ട് 3 മാസമായി. സർക്കാർ അവഗണന തുടർന്നാൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് ഇവരുടെ തീരുമാനം. കോവിഡ് കാലത്തുൾപ്പെടെ സ്വന്തം ആരോഗ്യം പോലും മറന്ന് പൊതുജനത്തിനു വേണ്ടി പണിയെടുത്തവരാണ് സംസ്ഥാനത്തെ ആശാ വർക്കർമാർ. കിട്ടുന്ന പ്രതിഫലം തുച്ഛം, അതും സമയത്ത് ലഭിക്കാറില്ല. പണിയെടുത്ത കൂലിക്കായി നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ജീവിതം ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. 3 മാസത്തെ ഓണറേറിയവും ഇൻസെന്റീവും അടക്കം 36,000-ഓളം രൂപയാണ് ശരാശരി ഓരോ ആശാ വർക്കർക്കും ലഭിക്കാനുള്ളത്. ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ആശാ വർക്കർമാർ. പക്ഷേ എല്ലാ മാസവും കൃത്യമായി വേതനം ലഭിക്കാതെ ആശാ വർക്കർമാർ വളരെയധികം കഷ്ടപ്പെടുകയാണ്. 7,000 രൂപയാണ് നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഓണറേറിയം. പക്ഷേ അത് പലപ്പോഴും 3,500-ഉം 4,000 രൂപയൊക്കെ കിട്ടാറുള്ളൂ. അത് തന്നെ വെട്ടിക്കുറയ്ക്കുകയാണ്. ഈ ഓണറേറിയം പോലും 4 മാസം 5 മാസം കൂടുമ്പോഴാണ് ലഭിക്കുന്നത്. രാവിലെ മുതൽ രാത്രി വരെ ചെയ്യാനുള്ള പണികൾ ആശാ വർക്കർമാർക്ക് ഇന്നുണ്ട്. പുതിയ പുതിയ ആപ്പുകളിലൂടെ പുതിയ സർവേകൾ എല്ലാ ദിവസവും ഇന്ന് ഫീൽഡിൽ പോയി സർവേ നടത്തുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. വാഹന സൗകര്യം പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ സ്വന്തം കയ്യിൽ നിന്ന് കടം മേടിച്ച് വേണം ആശാവർക്കർമാർ ഈ വണ്ടി പിടിച്ച് ഇവിടെ പോകേണ്ടത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ആശാവർക്കർമാരുടെ കൂട്ടായ്മ. വിരമിക്കുമ്പോൾ ആശാവർക്കർമാർക്ക് മിനിമം 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് വർഷം 2 കഴിഞ്ഞു. ഇപ്പോൾ ആ വിരമിക്കാനുള്ള ഉത്തരവ് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് പല സെൻ്ററുകളിലും 62 വയസ്സായ ആശമാരെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ആശാ വർക്കർമാർക്ക് സൗജന്യ ചികിത്സയില്ല. എന്തിന് പണിയെടുക്കുന്ന ആശുപത്രിയിൽ പോലും OP ചീട്ടിന് പൈസ കൊടുത്താൽ മാത്രമേ ആശാ വർക്കർക്ക് ചികിത്സ കിട്ടുള്ളൂ. ഒരു പരിഗണനയുമില്ല. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അനിശ്ചിതകാല രാപ്പകൽ സമരത്തിലേക്ക് പോവുകയാണ്. ഓണറേറിയവും അലവൻസും വൈകുന്നതിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന പതിവ് പല്ലവിയാണ് ധനവകുപ്പ് ആവർത്തിക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളിലും കേരളത്തെ അപേക്ഷിച്ച് കൂടുതലാണ് ആശാ വർക്കർമാർക്ക് ലഭിക്കുന്ന ഓണറേറിയം. ആരോഗ്യ മേഖലയിലെ നമ്പർ 1 മോഡൽ എന്ന വാഴ്ത്തുപാട്ട് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ താഴെത്തട്ടിൽ തൊഴിലാളികൾക്ക് ശമ്പളമെങ്കിലും നൽകണം. അല്ലാതെ തൊഴിലാളികളെ സമരത്തിനിറക്കുന്നത് യഥാർത്ഥ കേരള മോഡലിന് ചേർന്നതല്ല. വിജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നിരവധി തവണ അധികൃതർ ഉറപ്പു നൽകിയതാണ് ഇക്കാര്യത്തിൽ. പക്ഷേ പരിഹാരമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമാണ് പ്രതികരണങ്ങളിലേക്ക്. 3-4 മാസം കൂടുമ്പോഴത്തേക്കാണ് നമുക്ക് ഓണറേറിയം വരുന്നത്. ഓണറേറിയം ഇൻസെൻറ്റീവും രണ്ടും ഒരേ സമയത്ത് വരികയാണെങ്കിൽ കുറേ കൂടെ നന്നായിരുന്നു. ഈ മാസം ഓണറേറിയം വന്നു കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാണ് ഇൻസെൻറ്റീവ് വരുന്നത്. മാസം തോറുള്ള കാശ് ഒത്തു തന്നാൽ ഞങ്ങൾക്ക് നല്ലതായിരിക്കും എല്ലാ കാര്യത്തിനും. 12 വർഷമായി പറ്റുന്നില്ല ജീവിക്കാൻ. ഇപ്പം തന്നെ 2 മാസത്തെ കുടിശ്ശിക നിലവിലുണ്ട്. പിന്നെ കിട്ടുമ്പോഴത്തേക്ക് കുടിശ്ശിക ഇടാതെ ഇത് കിട്ടിയാലും മതിയായിരുന്നു. ഈ പരിഹാരത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ശമ്പളം മാസാമാസം കിട്ടണം. അത് നമുക്ക് മിനിമം ശമ്പളം തരണം. ഞങ്ങളെ പൈസ മാത്രം ക്രൈറ്റീരിയ വെച്ചാണ് അടിക്കുന്നത്. ഒത്തിരി ജോലിഭാരം കൂടി വരിക. അതിനനുസരിച്ചുള്ള വേതനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന വേതനം തന്നെ തുച്ഛമാണെങ്കിൽ ഞങ്ങൾക്കത് മാസാമാസം കറക്റ്റായിട്ട് കിട്ടണം. ഇതിൽ വിധവകളുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. സുജാത പറയുന്നുണ്ട്, അവകാശങ്ങൾ സമരം ചെയ്തു വാങ്ങേണ്ട അവസ്ഥ, ഇതിനൊരു അവസാനമില്ലേ എന്നുള്ള ചോദ്യമാണ് റിപ്പോർട്ട് കാണുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നമ്മളിനി കേരള സർവകലാശാലയിലേക്കാണ് പോകുന്നത്. അക്കാദമിക് വർഷം അവസാനിക്കാൻ ഇനി 2 മാസം മാത്രം ശേഷിക്കെ കേരള യൂണിവേഴ്സിറ്റിയിൽ യൂണിയൻ ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. യൂണിവേഴ്സിറ്റി കലോത്സവം ഉൾപ്പെടെ നടത്തേണ്ടത് വിദ്യാർത്ഥി യൂണിയന്റെ ചുമതലയായിരിക്കെ തിരഞ്ഞെടുക്കപ്പെട്ട SFI യൂണിയൻ സത്യപ്രതിജ്ഞ പോലും ചെയ്യാനാകാതെ സമരത്തിലുമാണ്. SFIയുമായി തെരുവിൽ നേർക്കുനേർ നിന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മുൻ ചാൻസലർ സ്ഥാനമൊഴിഞ്ഞു. പുതിയ ചാൻസലറായി പുതിയ ഗവർണർ ചുമതലയേൽക്കുകയും ചെയ്തു. പക്ഷേ കേരള യൂണിവേഴ്സിറ്റിയിൽ SFIയും വൈസ് ചാൻസലറും തമ്മിലുള്ള തർക്കങ്ങൾ മാത്രം അവസാനിക്കുന്നില്ല. ഇത്തവണ SFIയുടെ സമരത്തിന് ചില കാരണങ്ങൾ കൂടി പറയാനുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബറിൽ കഴിഞ്ഞു. ചെയർപേഴ്സൺ, ജനറൽ സെക്രട്ടറി സ്ഥാനം ഉൾപ്പെടെ SFI വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഫലവും പ്രസിദ്ധീകരിച്ചു. പിന്നാലെ നടന്ന സെനറ്റ് തെരഞ്ഞെടുപ്പിൽ SFI KSU സംഘർഷത്തെ തുടർന്ന് അലങ്കോലമായി. സെനറ്റ് തെരഞ്ഞെടുപ്പ് ഫലം പ്രസിദ്ധീകരിച്ചില്ല. കോടതി കയറി.
എന്നാൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം പ്രസിദ്ധീകരിച്ചിട്ടും അധികാരമേൽക്കാൻ വൈസ് ചാൻസലർ അനുവദിച്ചില്ല. ഈ മാർച്ചിൽ അക്കാദമിക് വർഷം അവസാനിക്കും. യൂണിയന്റെ കാലാവധിയും. നിലവിലിപ്പോൾ സെപ്റ്റംബർ 11-ാം തീയതിയാണ് ഇലക്ഷൻ കഴിഞ്ഞത്. അപ്പോൾ ആദ്യം യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഒഫീഷ്യലി ഇലക്ഷൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്തു. ഇന്ന ആൾക്കാരാണ് ഭാരവാഹികളെന്നും അപ്പം യൂണിവേഴ്സിറ്റി യൂണിയൻ ആരൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത കാര്യമാണ്. അതിനുശേഷമാണ് സെനറ്റ് ഇലക്ഷൻ നടക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടേക്കും ചില സംഘർഷങ്ങൾ മറ്റിതര സംഘടനകളൊക്കെയും അഴിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നാളിതുവരെയായിട്ടും ഒഫീഷ്യലി ഡിക്ലെയർ ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി യൂണിയന് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് വൈസ് ചാൻസലർ അനുവദിക്കാത്തൊരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. ഒരു ഒട്ടനവധിയായിട്ടുള്ള പരിപാടികൾ ഈ അധ്യയന വർഷം നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതൊന്നും നടത്താൻ കഴിയാത്ത രൂപത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കലോത്സവം ഉൾപ്പെടെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സർഗാത്മകമായിട്ടുള്ള പരിപാടികളൊക്കെ നടത്തേണ്ട സമയമാണ്. മാർച്ച് വരെയാണ് നിലവിൽ യൂണിയൻ്റെ കാലാവധി. അപ്പോൾ വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിലെല്ലാം ഇത്തരത്തിൽ പരിശീലനം ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കലോത്സവവുമായി ബന്ധപ്പെട്ട പരിശീലനം ഉൾപ്പെടെയുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിലവിൽ അതിന് കലോത്സവം നടത്താൻ വേണ്ടി ഉൾപ്പെടെ അനുവാദം നൽകണമെന്നുള്ളതാണ് SFI പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത്. ഈ സമരത്തിന് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് വലിയ പിന്തുണ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ട്. ക്യാമ്പസുകളുടെ ആകെ തന്നെ ഇതിനകത്ത് വലിയ പ്രചരണവും വിദ്യാർത്ഥികൾക്ക് ഇടയിൽ നിന്ന് VC-ക്കെതിരെ വലിയ പ്രതിഷേധം നിലവിലുണ്ട്. കേരള യൂണിവേഴ്സിറ്റിക്കകത്തെ കലോത്സവത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട അജണ്ട ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കാരണം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട കലാലയ യൂണിയൻ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ കൃത്യമായ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കാറുണ്ട്. SFI ഒരാഴ്ചയായി സമരത്തിലാണ്. ഇതിനിടെ സമരപ്പന്തൽ പൊളിക്കാനുള്ള നിർദ്ദേശവും വൈസ് ചാൻസലർ നൽകി കഴിഞ്ഞു. ഇത് നമ്മൾ ഇത്രയും ദിവസം പിന്നിട്ടിട്ട് പോലും ഈ സമരത്തിനെ ഒരു ഗൗരവമായി കാണാത്ത തരത്തിലേക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3-ാം തീയതി എന്നുള്ള ഡെഡ് ലൈൻ അല്ല SFI തീരുമാനിച്ചിരിക്കുന്നത്. അനിശ്ചിതകാല സമരം എന്നതാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഭാഗത്താണ് ന്യായമെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും. VC എന്ന പദവി വളരെ ഉത്തരവാദിത്തപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ചുമതലയാണ്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയനെ നാളിതുവരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ വിദ്യാർത്ഥികൾ പറയുന്നതിൽ കഴമ്പില്ലാതില്ല. സെനറ്റ് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, യൂണിയൻ തെരഞ്ഞെടുപ്പും കോടതിയുടെ പരിഗണനയിലാണെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. മറ്റ് യൂണിവേഴ്സിറ്റികളിൽ കലോത്സവവും അതേ തുടർന്നുള്ള സംഘർഷ വാർത്തകളുമാണ് കേൾക്കുന്നതെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ കലോത്സവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. നഷ്ടമാകുന്നത് വിദ്യാർത്ഥികളുടെ അവസരങ്ങളാണ്. യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് അംഗങ്ങൾക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് സംഘർഷത്തിലേക്ക് വരെ കടന്നിരുന്നു. ഇപ്പോൾ നിയമ നടപടിയിലാണ്. ഈ ന്യായീകരണം പറഞ്ഞാണ് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി യൂണിയന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവകാശം വൈസ് ചാൻസലർ നിഷേധിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നതും. ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇനി നമ്മൾ പോകുന്നത് വൈക്കത്തെ താലൂക്ക് ആശുപത്രിയിലേക്കാണ്. ഇന്നലെ രാത്രി 24 പുറത്തുവിട്ട ഒരു വാർത്തയാണ്. വൈക്കം താലൂക്ക് ആശുപത്രിയിൽ മൊബൈൽ വെളിച്ചത്തിൽ ചികിത്സ നടത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ ആരോഗ്യവകുപ്പ്. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഡീസൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. വൈദ്യുതി മുടങ്ങിയത് താൽക്കാലികമായി മാത്രമാണെന്നും ഇത് പരിഹരിച്ചു എന്നുമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. അതേസമയം വെളിച്ചമില്ലാത്തതിനാൽ മുറിവ് ശരിയായ രീതിയിൽ വൃത്തിയാക്കാൻ പോലും സാധിച്ചില്ല എന്ന് 11 വയസ്സുകാരന്റെ മാതാവ് 24നോട് പറഞ്ഞു. വൈക്കമടക്കമുള്ള ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ആളുകൾ ഏറെ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് വൈക്കം താലൂക്ക് ആശുപത്രി. അതുകൊണ്ട് തന്നെയാണ് അവിടെയുണ്ടായ വീഴ്ച ഇത്രയധികം ചർച്ചയാകുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ആശുപത്രിയിലെ വൈദ്യുതി മുടങ്ങിയത്. തലയിലുണ്ടായ മുറിവ് തുന്നിക്കെട്ടുന്നതിനായി എത്തിയ 11 വയസ്സുകാരന് മൊബൈൽ വെളിച്ചത്തിൽ ചികിത്സ നടത്തേണ്ടിയും വന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ആരോഗ്യവകുപ്പ് വിശദമായ അന്വേഷണം ആരംഭിച്ചത്. RMOയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ ജനറേറ്ററിന്റെ ചേഞ്ച് ഓവർ ബട്ടണിലുണ്ടായ തകരാറാണ് വൈദ്യുതി മുടങ്ങാൻ കാരണമായതെന്നാണ് പറയുന്നത്. ജനറേറ്റർ പ്രവർത്തിക്കാനാവശ്യമായ ഡീസൽ ഉണ്ടായിരുന്നുവെന്നാണ് അധികൃതർ പറയുന്നത്. താൽക്കാലികമായി ഉണ്ടായ പ്രശ്നം ഉടൻ പരിഹരിച്ചുവെന്നും വിശദീകരിക്കുന്നു. നിലവിൽ നടപടികൾ ആവശ്യമില്ലെന്നാണ് സർക്കാരിന്റെയും നിലപാട്. വിശദമായ പരിശോധന തന്നെയാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് മന്ത്രി VN വാസവൻ. പ്രവർത്തിപ്പിക്കാറില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പ്രവർത്തിപ്പിക്കുന്നുണ്ടായിരുന്നു. അതേസമയത്ത് മെയിൻ്റനൻസിന് വേണ്ടി അല്പസമയം നിർത്തിവെച്ചപ്പോഴാണ് ഇത് വന്നിട്ടുള്ളത്. ഡീസൽ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ല. അവിടെ ഉണ്ടായിരുന്ന സാധ്യതകളും സാഹചര്യങ്ങളും ആ നിമിഷം വിനിയോഗിച്ചില്ല എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നം. അതേസമയം വൈദ്യുതി ഇല്ലാതിരുന്നതിനാൽ മുറിവ് ശരിയായ രീതിയിൽ വൃത്തിയാക്കാൻ പോലും സാധിച്ചില്ലെന്ന് 11 വയസ്സുകാരന്റെ മാതാവ് സുരഭി പറഞ്ഞു. കാഷ്വാലിറ്റിയിലും ഡ്രസ്സിംഗ് റൂമിലും വൈദ്യുതി ഇല്ലാതിരുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. കറണ്ട് ഇല്ല മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചെന്താ ജനറേറ്റർ ഓൺ ആക്കാത്ത, കറണ്ട് ഇല്ലെങ്കിൽ ജനറേറ്റർ വർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അത് അവർക്ക് തോന്നുന്ന പോലെയാണ്. ചിലപ്പോൾ ഡീസലിൻ്റെ പ്രശ്നം കുറച്ച് നേരം ഓണാക്കും, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഡീസലിൻ്റെ കാര്യം പറഞ്ഞാൽ അവർ ഓഫാക്കി വെക്കുന്നു. സംഭവത്തിൽ പരാതികളൊന്നും നൽകേണ്ടതില്ലെന്നാണ് മാതാപിതാക്കളുടെ തീരുമാനം.
എങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടിയുണ്ടാകണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. ആവശ്യമായ ഡീസൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഉണ്ടായിരുന്നുവെന്നാണ് ലോഗ് ബുക്ക് പരിശോധിച്ചപ്പോൾ മനസ്സിലായതെന്നാണ് മന്ത്രി തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡീസൽ ഇല്ല എന്ന് പറഞ്ഞത് എന്തിനെന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. കോട്ടയത്ത് നിന്ന് ജിത്തുവിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. നമ്മളിനി മലപ്പുറത്ത് നിന്നുള്ള റിപ്പോർട്ടിലേക്ക് പോകുന്നു. മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. വ്യാഴാഴ്ചയാണ് പൂക്കൂട്ടുംപാടം സ്വദേശി വിഷ്ണുജ മരിച്ചത്. വിഷ്ണുജയെ സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. ഭർത്താവ് പ്രഭിനെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ഭർത്തൃവീട്ടിലൊരുങ്ങുന്ന കൊലക്കേറുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഓരോ ജീവൻ പൊലിയുമ്പോഴും സമൂഹം ഒന്നടങ്കം പറയുന്നതാണ് ഇനി ഉണ്ടാകരുതേ എന്ന്. പക്ഷേ ആവർത്തിക്കപ്പെടുന്നു. ഇപ്പോഴത്തെ ഇര വിഷ്ണുജയാണ്. മെയ്യിലാണ് വിഷ്ണുജയും എളങ്കൂർ സ്വദേശി പ്രബിനും തമ്മിലുള്ള വിവാഹം നടന്നത്. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചക്കകം തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. വിഷ്ണുജയെ സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സ്ത്രീധനം നൽകിയത് കുറവെന്ന് പറഞ്ഞും പീഡിപ്പിച്ചുവെന്നും ജോലിയില്ലെന്ന് പറഞ്ഞ് ഉപദ്രവിച്ചിരുന്നുവെന്നും കുടുംബം പറയുന്നു. ഭർത്താവിന്റെ ബന്ധുക്കൾ ഇതിന് കൂട്ടുനിന്നുവെന്നും ആരോപണമുണ്ട്. ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. മറ്റേ ചെറിയ ചെറിയ പീഡനങ്ങൾ, അവൾക്ക് സൗന്ദര്യമില്ല, പിന്നെ അതേമാതിരി അവൾ ആരോഗ്യമില്ല, പിന്നെ അവൾക്ക് ജോലിയില്ല. അതാണ് മെയിൻ പ്രശ്നം. മരണശേഷമാണ് കുടുംബം പ്രശ്നങ്ങൾ അറിയുന്നത്. സുഹൃത്തുക്കളോടാണ് വിഷ്ണുജ തൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞിരുന്നത്. മെൻ്റലി ആയാലും ഫിസിക്കലി ആയിട്ടും ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. പിന്നെ അവൾ നല്ല ബോൾഡായിട്ടുള്ള കുട്ടിയാണ്. ഭംഗി കുറവാണ്, പിന്നെ സ്വർണത്തിൻ്റെ കുറവാണ്, അങ്ങനെയൊക്കെ. പിന്നെ ഇത് ഇല്ല, ജോലി ഇല്ല എന്ന് പറഞ്ഞ് നിരന്തരം 10-25 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. വിഷ്ണുജയും പ്രബിനുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ മറ്റ് ആരോപണങ്ങൾ ശരിയല്ലെന്നുമാണ് കുടുംബത്തിന്റെ പ്രതികരണം. ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്ത പ്രബിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ആത്മഹത്യാ പ്രേരണ, സ്ത്രീപീഡനം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത്. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. പ്രതികൾ പിടിയിലായാൽ മാത്രം പോരാ, പറ്റിപ്പോയില്ലേ പിടിച്ചു നിൽക്ക് മകളെ എന്ന് പറയുന്നിടത്തു നിന്നും നീ ധൈര്യമായി ഇറങ്ങിപ്പോരൂ എന്ന് പറയുന്നിടത്തേക്ക് സമൂഹം എത്തേണ്ടതുണ്ട്. മലപ്പുറത്തു നിന്നും സമീർ ബിൻ കരീം, 24. പൊതുജനം കഴുതയല്ല സാർ. ഓരോ ദിവസവും കൊല്ലും കൊലയും ആത്മഹത്യയും എന്തൊരു കേരളം എന്ന് എബ്രഹാം തോമസ് പറയുന്നുണ്ട്. 2025 തുടങ്ങുമ്പോൾ തന്നെ കൊലപാതക വാർത്തകൾ എന്നിങ്ങനെ ക്രൈം വാർത്തകൾ കാണുന്ന ജോസ്വിൻ ജോസഫ് പറയുന്നു. മാതാപിതാക്കൾ എങ്ങനെ കുട്ടികളെ മറ്റുള്ളവരുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് സുജാത പറയുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രതികരണങ്ങൾ, ആ വിഷയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. കൊച്ചിയുടെ അഭിമാന പദ്ധതിയായ സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് വഴിയൊരുങ്ങി. റോഡ് വികസനത്തിന് 23 വർഷമായി വിലങ്ങ് തടിയായിരുന്ന NAD എന്ന് പറഞ്ഞാൽ നേവിയുടെ ആയുധ ഡിപ്പോയാണ്. അതിന്റെ ഭൂമി വിട്ട് കിട്ടിയതോടെയാണ് പദ്ധതിക്ക് പുതുജീവൻ. 1 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. കൊച്ചിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളിലെ നാഴികക്കല്ലായിരുന്നു സീപോർട്ട് എയർപോർട്ട് റോഡ്. കൊച്ചി തുറമുഖം മുതൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ നീണ്ടുകിടക്കുന്ന 30 കിലോമീറ്റർ റോഡ്. പലതവണ പലകുറി പല കാരണത്താൽ പാതി വഴിയിലായി പോയ പദ്ധതി വീണ്ടും തിരിച്ചെത്തുകയാണ്. കൊച്ചി തുറമുഖം മുതൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ 30 കിലോമീറ്ററിൽ ഒറ്റ റോഡ്. എറണാകുളം ജില്ലയുടെ സുപ്രധാന ഇടങ്ങളെ ബന്ധിപ്പിക്കുന്ന അഭിമാന പദ്ധതി. സ്ഥലമേറ്റെടുപ്പിലെ പ്രതിസന്ധിയിൽ പാതി വഴി നിലച്ച പദ്ധതിക്കാണ് പുതുജീവൻ. ആദ്യഘട്ടത്തിൽ 13 കിലോമീറ്റർ പൂർത്തിയാക്കി. രണ്ടാം ഘട്ടത്തിലാണ് സ്ഥലമേറ്റെടുപ്പ് പ്രതിസന്ധിയായത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള HMTയും NADയും സ്ഥലം വിട്ടു നൽകിയില്ല. രണ്ടറ്റവും കൂട്ടിമുട്ടാതെ റോഡ് ആളില്ലാ തുരുത്തായി. കാക്കനാട് നിന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് എയർപോർട്ട് റോഡിലോട്ട് എത്താമെന്നുള്ള ഏറ്റവും അടുത്ത് കിടക്കുന്ന റോഡാണിത്. മന്ത്രി P. രാജീവ് നമ്മുടെ നാട്ടുകാരനാണ്. അപ്പോൾ പുള്ളി അത് മുൻകൈ എടുത്ത് അത് എത്രയും വേഗം ചെയ്യണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരെ കൂടി ഒരു പുള്ളിനെ കണ്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറയണത് 1 കൊല്ലത്തിനുള്ളിൽ പൂർത്തിയാക്കുന്നതാണ്. 10 വർഷത്തോളം നിയമയുദ്ധം, ചർച്ചകൾ. ഒടുവിലിത NADയുമായി സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടു.
ഭൂമി വിലയുമായി 23 കോടി രൂപ NADക്ക് കൈമാറി. അതിൻ്റെ പ്രധാനപ്പെട്ട തടസ്സം HMTയുടെ ലാൻഡുമായി ബന്ധപ്പെട്ട നിയമ തടസ്സങ്ങളും പ്രതിരോധ വകുപ്പിൻ്റെ കയ്യിലുള്ള ഭൂമി വിട്ടു നൽകാതിരുന്നതുമായിരുന്നു ഒരു പ്രധാന ഭാഗമെന്നുള്ളത്. ഇപ്പോൾ 23 വർഷത്തോളം നീണ്ടുവന്ന ആ പ്രശ്നത്തിൻ്റെ കുരുക്കുകൾ നമുക്ക് കഴിക്കാൻ കഴിഞ്ഞു. HMT ലാൻഡിനുള്ള പണം അത് സർക്കാരിന് ലഭിക്കേണ്ടതാണെങ്കിൽ സർക്കാരിന് തിരിച്ചു കിട്ടും. HMTക്ക് ആണ് കോടതി പറയുന്നതെങ്കിൽ HMT കൊടുക്കാവുന്ന മട്ടിൽ അത് ഹൈക്കോടതിയുടെ പേരിൽ രജിസ്ട്രാറുടെ പേരിൽ കെട്ടിവയ്ക്കാനുള്ള അംഗീകാരം സുപ്രീം കോടതി നൽകി. അതിനാവശ്യമായ പണം സർക്കാർ അനുവദിച്ചു. അത് തഹസിൽദാർക്ക് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. അത് കെട്ടിവയ്ക്കുന്ന മുറയ്ക്ക് ആ സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. HMTയുടെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള തുക നേരത്തെ സർക്കാർ അനുവദിച്ചിരുന്നു. പ്രതിസന്ധികൾ മറികടന്ന് നിർമ്മാണം ആരംഭിക്കുമ്പോൾ 1 കിലോമീറ്റർ നിർമ്മാണ ചെലവ് 81 കോടി രൂപ. എന്ത് വില കൊടുത്തും നിർദ്ദിഷ്ട റോഡ് വികസന പദ്ധതി പൂർത്തിയാക്കുമെന്നാണ് സർക്കാരിന്റെ ഉറപ്പ്. കാലങ്ങൾക്ക് ശേഷം കാത്തുകാത്തിരുന്ന പദ്ധതിയാണ്. 1 വർഷത്തിനകം പണി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കുമെന്നാണ് സംസ്ഥാന സർക്കാരും വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവും വ്യക്തമാക്കുന്നത്. എത്രയും വേഗം പണി പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. കൊച്ചിയിൽ നിന്നും അശ്വിൻ പാലാഴിക്കൊപ്പം YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. HMT കോളനിയിലെത്തിയ രണ്ടറ്റവും കൂട്ടിമുട്ടാതെ കിടക്കുന്ന ഒരു 4 വരി പാതയുണ്ട് അവിടെ. ഈ പദ്ധതി എത്ര വേഗം പൂർത്തീകരിക്കാൻ കഴിയുമോ അത്രയും വേഗം പൂർത്തീകരിക്കണമെന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. പ്രതികരണങ്ങളിലേക്ക്. നല്ല കാര്യമല്ലേ റോഡ് നാടിന് വികസനം വരുന്നത്. പിന്നെ രണ്ടാമത് ട്രാഫിക് ബ്ലോക്ക് ഒന്നുമില്ലാതെ എല്ലാവർക്കും യാത്ര ചെയ്യാൻ സൗകര്യമല്ലേ. കൊച്ചിയെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട റോഡ് തന്നെയാണ് അത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് 2 ആഴ്ച മുമ്പ് ഒരു ഇത് വന്നതാണ്. ഒന്നും ആയിട്ടില്ല. ഉണ്ടായാൽ ഏറ്റവും നല്ല കാര്യം. അതിന് ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ ഇവിടെ ഉണ്ടാവണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കുറേയൊക്കെ ബ്ലോക്ക് മാറി കിട്ടും. പെട്ടെന്നുള്ള ഒരു ഇത് നല്ല കാര്യങ്ങളാണ്. ഇഷ്ടംപോലെ കടകളൊരു ഡെവലപ്മെന്റ് ആണല്ലോ. നമ്മുടെ സിറ്റി സെറ്റപ്പ് ആവണല്ലേ. അത്ര ഉള്ള പരിപാടി. ബ്ലോക്ക് പറയും ട്രാൻസ്പോർട്ടേഷൻ ഒന്നുകൂടി എളുപ്പവും വേഗം തന്നെ ആവട്ടെ. അതിനെ നമ്മൾ ആലോചിക്കണം. എല്ലാം കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക് ഉണ്ടാവില്ല. പെട്ടെന്ന് എത്താനും പറ്റൂല. പെട്ടെന്ന് എത്താൻ പറ്റും. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടി ഈ വിഷയത്തിൽ വരുന്നുണ്ട്. കൊല്ലം ബൈപ്പാസ് പോലെ പണിയരുത് എന്ന് ടോമി പറയുന്നുണ്ട്. കൊച്ചിയിലെ വികസനം നല്ല കാര്യമെന്ന് പ്രദീപ് കുമാർ പറയുന്നുണ്ട്. അങ്ങനെ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ വരുന്നു. എത്രയും വേഗം ആ റോഡ് യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. കച്ചവട താല്പര്യത്തോടെയുള്ള സ്വകാര്യ സ്കൂളുകളെ നിയന്ത്രിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി വ്യക്തമാക്കിയിരിക്കുന്നു. 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എൻട്രൻസ് പരീക്ഷ കേരളത്തിൽ അനുവദിക്കാനാകില്ല. സ്കൂൾ പ്രവേശനത്തിന് രക്ഷകർത്താവിന് ഇന്റർവ്യൂ അനുവദിക്കില്ല. സംസ്ഥാനത്ത് അംഗീകാരമില്ലാത്ത 872 സ്വകാര്യ സ്കൂളുകൾ കണ്ടെത്തിയെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് നിന്നും കച്ചവട മനോഭാവത്തോടുകൂടി നടത്തുന്ന ഒരു കൂട്ടം സ്ഥാപനങ്ങളുണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പല സ്കൂളുകളിലും ചില സ്കൂളുകളിൽ എനിക്ക് കിട്ടിയ വിവരം ശരിയാണെങ്കിൽ 1-ാം ക്ലാസ്സിൻ്റെ അഡ്മിഷൻ ഇപ്പോഴേ ആരംഭിച്ചു. 1-ാം ക്ലാസ്സിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചത് മാത്രമല്ല കുട്ടിക്ക് എൻട്രൻസ് പരീക്ഷയും കൂടി ഉണ്ട്. അത് കേരളത്തിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ബാലപീഡനമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രക്ഷകർത്താവിനൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുന്നതിന് കഴിയില്ല. പ്രാരംഭമായിട്ടിവിടെ ഒരു പഠനം നടത്തിയ അവസരത്തിൽ 872 സ്കൂളുകൾ അങ്ങനെയുണ്ട്. നിയമം അനുസരിച്ച് NOC കൊടുക്കണം ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് ഏത് കോഴ്സായിരുന്നാലും. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത്. ഉമേഷ്, എന്താണ് ഈ വിഷയങ്ങളിലൊക്കെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത്? ഉന്മേഷ്, ഇനി അടുത്ത അക്കാഡമിക് ഇയർ ആരംഭിക്കാൻ ജൂണിൽ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും അതിന് മുന്നോടിയായി സ്വകാര്യ മാനേജ്മെൻറ്റുകളുടെ കച്ചവട താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന സ്വകാര്യ മാനേജ്മെൻറ്റുകളെ നിയന്ത്രിക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. അതിന് മുന്നോടിയായി NOC ഇല്ലാതെ, അതായത് സാധാരണ ഒരു സ്കൂൾ പ്രവർത്തിക്കണമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് NOC വേണം. സംസ്ഥാനത്ത് NOC ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളുകളുടെ എണ്ണം വിദ്യാഭ്യാസ വകുപ്പ് എടുത്തു. അത് 872 എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ ഈ സ്കൂളുകൾക്ക് ഇനി ഉടൻ നോട്ടീസ് നൽകും. നോട്ടീസ് നൽകിയ ശേഷം ഈ എങ്ങനെയാണ് ഒരു സർക്കാർ ഒരു സ്കൂൾ പ്രവർത്തിക്കേണ്ടത്, അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏതെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയതിനു ശേഷം മാത്രമേ അടുത്ത അക്കാഡമിക് ഇയർ വർഷം ഈ 872 സ്കൂളുകൾക്കും അഡ്മിഷൻ നടത്താൻ കഴിയുകയുള്ളൂ. ഇതുകൂടാതെ കച്ചവട താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ഈ കുട്ടികൾക്ക് 1-ാം ക്ലാസ്സിലെ അഡ്മിഷന് വേണ്ടിയുള്ള കുട്ടികൾക്ക് ഇന്റർവ്യൂ നടത്തുന്നു. കുട്ടികൾക്ക് ഇത്തരത്തിൽ ഇന്റർവ്യൂ നടത്തി കുട്ടികളെ എടുക്കുന്നത് അത് ബാലപീഡനമായി കണക്കാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത്തരം നടപടികൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. രക്ഷിതാക്കൾക്ക് ഇന്റർവ്യൂ നടത്തുന്ന നടപടികളും അംഗീകരിക്കാനാകില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നു. ഇതുകൂടാതെ പുതിയ അക്കാഡമിക് വർഷത്തിൽ 2000-വും 3000-വും എല്ലാം PTA ഫണ്ട് എന്ന നിലയിൽ വാങ്ങാൻ പല സ്കൂളുകളും ശ്രമിക്കാറുണ്ട്. അത് സർക്കാർ സ്കൂളുകളും ചിലപ്പോൾ ഉണ്ടാകും. ഇത്തരത്തിൽ 2000-വും 3000 രൂപയെല്ലാം PTA ഫണ്ടായി വാങ്ങാനുള്ള അനുവാദം ഇനിയുള്ള അക്കാഡമിക് വർഷങ്ങളിൽ നൽകുകയില്ല എന്നുള്ള ശക്തമായ നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്നത്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.
പൊതുജനം ഇനി പോകുന്നത് കൊല്ലം ക്ലാപ്പന പഞ്ചായത്തിലേക്കാണ്. കൊല്ലം ക്ലാപ്പന പഞ്ചായത്തിലെ ഒരു പാലത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ചുള്ള വാർത്തയാണ്. ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ പാലത്തിലൂടെ ജനം യാത്ര തുടരുമ്പോഴും ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് ക്ലാപ്പന പഞ്ചായത്ത്. ജനങ്ങളുടെ ഏക ആശ്രയ കേന്ദ്രമായ പാലം ഇനിയും പുതുക്കി പണിതില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് നാട്ടുകാർ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. പൊതുജനങ്ങളോട് ഒരു പഞ്ചായത്തിന് എത്രത്തോളം ജാഗ്രതയുണ്ട്, സ്നേഹമുണ്ടെന്നറിയണമെങ്കിൽ കൊല്ലം ക്ലാപ്പനയിലേക്ക് വരണം. ഒരു പാലം തകർന്നതിന് പിന്നാലെ ഒരു പഞ്ചായത്ത് പൊതുജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് ഒരു ബോർഡ് ഈ ക്ലാപ്പന പഞ്ചായത്തിൽ വെച്ചു. പാലത്തിലൂടെ കിടക്കുന്നവർ സൂക്ഷിക്കുക എന്നായിരുന്നു ആ ബോർഡിൽ സൂചിപ്പിച്ചിരുന്നത്. പാലങ്ങൾ ഓരോ നാടിന്റെയും നട്ടെല്ലാണ്. ക്ലാപ്പന പഞ്ചായത്തിലെ ഈ പാലവും ഈ നാടിന്റെയും നാട്ടുകാരുടെയും പ്രധാന ആശ്രയ കേന്ദ്രമാണ്. 70 വർഷം പഴക്കമുള്ള പാലം ഗതാഗത യോഗ്യമല്ലാതായിട്ട് വർഷം പലത് കഴിഞ്ഞു. ഞാൻ മുമ്പേ പറഞ്ഞ ആ പഞ്ചായത്തിന്റെ ജാഗ്രത 7 വർഷം മുമ്പാണ് പാലത്തിന്റെ ദയനീയാവസ്ഥയും മോശമവസ്ഥയും ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് ബോർഡ് തന്നെ ഇവിടെ സ്ഥാപിച്ചത്. ബോർഡ് സ്ഥാപിച്ചു, പക്ഷേ ഇന്ന് 7 വർഷത്തിനിപ്പുറം ബോർഡില്ല. ബോർഡ് നിന്ന സ്ഥലത്ത് ദാ പുല്ല് കയറി. ബോർഡ് വെച്ചതല്ലാതെ പാലം പുതുക്കിപ്പണിയാൻ നടപടിയുണ്ടായില്ല. ഇത് ഒടിഞ്ഞ് തറയിൽ വീണ് കഴിഞ്ഞ ഒരു ബൈക്ക് പോലും പോകാത്ത അവസ്ഥ. എന്നാലേ ഇനി എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. കാരണം ഒത്തിരി എഞ്ചിനീയർമാരും ഇവർ രാഷ്ട്രീയ പ്രതിനിധികൾ എല്ലാവരും വന്ന് പറഞ്ഞ് പിന്നെ ഇപ്പം ശരിയാകും ഇത് പറച്ചിലല്ലാതെ ഇതുവരെ ഒന്നും കാണുന്നില്ല. ഇനി തറയിൽ വല്ലങ്ങാനും വല്ല വണ്ടി വല്ലതും വരുമ്പോഴത്തെ കാറോ വല്ലതും വരുമ്പോൾ തറയിലോട്ട് വീഴും. അപ്പോഴത്തേക്ക് ഇതെല്ലാം ഇതെന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞേ അവർ ചെയ്യത്തുള്ളൂ. അതാണ് ഇതിൻ്റെ വാസ്തവം. അല്ലാതെ യാതൊന്നും ഇതിൽ നടക്കത്തില്ല. കുറേ കാലം കൊണ്ട് ഞങ്ങൾ കേൾക്കുവാണ് ഇപ്പം ശരിയാകും ഇതേ പറച്ചിലേ ഉള്ളൂ. അപകട മുന്നറിയിപ്പ് ബോർഡ് പോലും ഇന്ന് അപ്രത്യക്ഷമായി. കൈവരിയില്ലാത്തതിനാൽ സ്ഥിരം യാത്രക്കാരല്ലാത്തവർ പാലത്തിലൂടെ വാഹനത്തിൽ കടന്നാൽ തോട്ടിൽ വീഴുമെന്നതിൽ തർക്കമില്ല. പാലത്തിന്റെ അടിഭാഗം തകർന്ന് കമ്പികളടക്കം പുറത്തു വന്നു. കൈവരികൾ തകർന്നിട്ട് വർഷങ്ങളായി. പക്ഷേ കണ്ടിട്ടും കണ്ടില്ലെന്നടിക്കുന്ന ഭരണകൂടം അപകടത്തിനായി കാത്തിരിക്കുകയാണോ എന്ന സംശയമാണ് പൊതുജനത്തിന് ഇപ്പോഴുള്ളത്. അനുദിനം വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ 100-ലധികം വാഹനങ്ങളാണ് ഈ പാലത്തിലൂടെ പതിയിരിക്കുന്ന അപകടം കടന്നു പോകുന്നത്. ക്ലാപ്പന പഞ്ചായത്തിന്റെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. പാലം അപകടാവസ്ഥയിലാണെന്ന് ബോർഡ് വെക്കാൻ കാണിച്ച ജാഗ്രത പാലം പണിയാൻ ക്ലാപ്പന പഞ്ചായത്ത് ഇനിയെങ്കിലും കാണിക്കണം. വർഷം 7 കഴിഞ്ഞുവെന്ന് പൊതുജനം പലകുറി ഓർമ്മിപ്പിച്ചതാണ്. അപകടമുണ്ടായിട്ടേ ഇനി അത് ചെയ്യുമെന്നാണെങ്കിൽ അത് കാത്തിരിക്കുന്നത് വലിയ ദുരന്തം തന്നെയായിരിക്കും. ആരോടാണ് ഈ പൊതുജനം ഇനിയും പരാതി പറയേണ്ടത്? നിങ്ങളാണ് ഇതിന് മറുപടി പറയേണ്ടത്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുണസാറിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. അരുണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 7 വർഷമായി പാലത്തിന്റെ ദുരവസ്ഥ. ഒട്ടേറെ തവണ അധികൃതരെ അറിയിച്ചതാണ് ഈ വിഷയം. പക്ഷേ പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. പ്രതികരണങ്ങൾ നോക്കാം. ഗ്രാവലും മണ്ണും അടിക്കാതില്ലേ മറ്റേ ഫോറസ്റ്റിനകത്ത് അടിക്കുന്നത് ഗ്രാവല് മൊത്തം അടിക്കുന്നത്. അതവിടെ മൊത്തം വയലിനകത്ത് കൂടി അടിച്ചുകൊണ്ടിരിക്കില്ലേ. പല താതിരിക്കാണ്ട് പല ഇവിടെ ബോർഡ് വെച്ചിരിക്കുക. ബോർഡ് എടുത്ത് കളഞ്ഞാൽ ബോർഡാണ്ട് വിടുന്ന ബോർഡൊക്കെ എടുത്ത് മാറ്റിയിട്ട് അടിമണ്ണടിക്കുന്നത്. പക്ഷേ ഇപ്പോഴും വലിയ ലോറികളും അതും ഇതും എല്ലാം കയറി ഇറങ്ങി പോവുക. ഇവിടെ ഞങ്ങളുടെ പരിസരത്തെല്ലാം മത്സ്യത്തൊഴിലാളികളാണ് താമസിക്കുന്നത്. ഇതൊരു അപകടം തന്നെയാണ് പാലം. ഗ്രാമസഭയിൽ നമ്മൾ ഇവിടെ ഗ്രാമസഭ കൂടുമ്പോൾ നമ്മൾ ഇവിടെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അവർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ആ ബോർഡും പോയി, എല്ലാം പോയി. വണ്ടികൾ സ്ഥിരമായിട്ട് വരുന്നു, ലോഡും കൊണ്ട് വരുന്നുണ്ട്. പാലം എപ്പോൾ തകർന്നു എന്ന് ചോദിച്ചാൽ മതി. എപ്പോൾ വേണേലും തകരാവുന്ന കണ്ടീഷനിലാണിത്. മുഖ്യമന്ത്രിക്കൊക്കെ ഞങ്ങൾ അപേക്ഷ കൊടുത്തതാണ് പാലത്തിനെ കുറിച്ച്. 6 വീലുള്ള വണ്ടിയൊക്കെയാണ് കയറി ചരക്കുമായിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിന് ഒരു നടപടിക്രമം ആരും ഇതിനെടുത്തിട്ടില്ല. മെമ്പറെണ്ണം കൊടുത്തില്ല. പിന്നീട് ഈ അപേക്ഷകൾ ഇങ്ങനെ ചെല്ലുന്നതല്ലാതെ ഇതിനൊരു മറുപടി ഇതിന് കണ്ടിട്ടില്ല. പെട്ടെന്നുണ്ടായ ഒരു ദുരിതം എന്ന് പറയുന്നത് മിന്നൽ വേഗത്തിൽ ഇത് ഉണ്ടാകും. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. വയനാട് അമരക്കുരിയിൽ നിന്ന് പിടികൂടിയ കടുവയെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് കൊണ്ടുപോകുന്നു. തുടർച്ചയായി ആടുകളെ പിടികൂടിയിരുന്ന കടുവയെ ദൗത്യം തുടങ്ങി 9ാം നാളാണ് കൂട്ടിലാക്കിയത്. സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഉന്മേഷ്, ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഉത്തരവിറക്കിയത്. ഇതനുസരിച്ചാണ് അമരക്കുനിയിൽ നിന്ന് പിടികൂടിയ 8 വയസ്സുള്ള പെൺകടുവയെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത്. ഇന്ന് അല്പസമയം മുമ്പാണ് ഇവിടെ നിന്നും, അതായത് ബത്തേരിയിലെ കുപ്പാടിയിൽ മൃഗസംരക്ഷണ, അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള മൃഗസംരക്ഷണ കേന്ദ്രമുണ്ട്. അവിടെയാണ് കടുവയെ പരിപാലിച്ചിരുന്നത്. അവിടെ നിന്നുമാണ് ഇപ്പോൾ ഈ കടുവയെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഏതാണ്ട് വൈത്തിരി കടന്നിരിക്കും എന്നുള്ളതാണ് കരുതുന്നത്. അതിനുശേഷം വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. തൃശ്ശൂർ വരെയുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെടെ പരിശോധന പലയിടങ്ങളിലും നടത്തുന്നുണ്ട്. ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഒപ്പം തുടരുന്നുണ്ട്. കുപ്പാടി ഈ മൃഗപരിപാലന കേന്ദ്രത്തിൽ ശേഷിക്കുന്നത് ഇനി 7 കടുവകളാണ്. ഇതിലൊരു ആൺകടുവയെ കൂടി അയക്കുന്നുണ്ട് തിരുവനന്തപുരം മൃഗശാലയിലേക്ക്. അതായത് നേരത്തെ ഒരാളെ കൊന്ന ഒരു കടുവയാണ് നേരത്തെ. അത് ആ മാനന്തവാടിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. തോമസ് എന്നയാളെ കൊലപ്പെടുത്തിയ ഒരു കടുവയാണ്. ആ കടുവ വനംവകുപ്പ് പിടികൂടി കുപ്പാടി മൃഗപരിപാലന കേന്ദ്രത്തിലാണ് അതുള്ളത്. അതിനെ കൂടി അങ്ങോട്ടേക്ക് മാറ്റുകയാണ്. നിലവിൽ ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഇനി 6 കടുവകൾ കൂടി ഉണ്ടാകും. മൊത്തം 5 കടുവകളെ സംരക്ഷിക്കാനുള്ള ഉതകുന്ന വിധത്തിലുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ 6 കടുവകൾ ആകുന്നത്. എന്തായാലും അങ്ങനെയാണ് ഒരവസ്ഥ. ഈ അമരക്കുരിയിൽ 9ാം നാളിലാണ് ഈ കടുവ പിടികൂടുന്നത്. ഈ ആട്ടിറച്ചി ആടുകളെ മാത്രം പിടികൂടി തിന്നുന്ന ഒരു കടുവയാണ് എന്നുള്ള പ്രത്യേകത കൊണ്ട് തന്നെ ആ കടുവ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. 9ാം നാളിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ കെണിവെച്ച് കൂടുവെച്ചെങ്കിലും പല തവണയായി ആടുകളെ കൊല്ലുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒടുവിലാണ് 9ാം നാളിലാണ് പിടിയിലായത്. എന്തായാലും ഇനി ഇവിടെ ഈ കാടുകളെ വിറപ്പിച്ച ഈ കടുവ, നാടിനെയും വിറപ്പിച്ച ഈ കടുവ തിരുവനന്തപുരം മൃഗശാലയിലാകും ഉണ്ടാവുക. ശരി, സുജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. സീന മുഹമ്മദ് പറയുന്നുണ്ട്, ഇനിയും വന്യമൃഗങ്ങൾ ഇറങ്ങിയാൽ പെട്ടെന്ന് തന്നെ പരിഹാരം കാണാൻ കഴിയണമെന്നാണ് പറയുന്നത്. അത് ഈ വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു ജീവിത പ്രശ്നമാണ്. അത്തരം പ്രശ്നങ്ങൾ അടിയന്തര പരിഹാരം വേണമെന്നാണ് മുന്നോട്ട് വയ്ക്കപ്പെടുന്ന ആവശ്യം. അടുത്ത റിപ്പോർട്ടിലേക്ക്. ഒരു ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം കാരണം വിഷമയമായി കാസർഗോഡ് ബാരിക്കാട്ട് കിണറുകൾ. മെഡിക്കൽ മാലിന്യങ്ങൾ കിണറുകളിൽ നിറഞ്ഞതോടെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിയിരിക്കുകയാണ്. പ്രശ്നത്തിൽ ജില്ലാ ഭരണകൂടം ശാശ്വതമായ പരിഹാരം കാണണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാസർഗോഡ് ജില്ലയിലെ ആതുര സേവന രംഗത്തിന് കരുത്തേകാനാണ് ചെങ്കള പഞ്ചായത്തിലെ ബാരിക്കാട് അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. ദിവസേന 30ഓളം രോഗികൾക്ക് ഇവിടെ നിന്ന് ചികിത്സ ലഭ്യമാക്കുന്നുണ്ട്. പക്ഷേ ഈ സെന്ററിൻ്റെ അശാസ്ത്രീയമായ പ്രവർത്തനം മൂലം പ്രദേശത്തെ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. എങ്ങും മാലിന്യം നിറഞ്ഞിരിക്കുന്നു. കിണറിലെ വെള്ളത്തിലെ രുചിമാറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ ശാസ്ത്രീയ പരിശോധന നടത്തിയപ്പോഴാണ് രാസമാലിന്യത്തിൻ്റെയും മെഡിക്കൽ മാലിന്യത്തിൻ്റെയും ഉയർന്ന തോത് കണ്ടെത്തിയത്. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള 20ലധികം കിണറുകളാണ് ഇതുവരെ മലിനമായത്. ഈ അഭയം ഡയാലിസിസ് സെൻ്ററിൽ ഡയാലിസ് ചെയ്ത മലിന വെള്ളം നേരിട്ട് ഭൂമിയിലേക്ക് ഇറക്കിവിട്ട്, ഒരു ഫിൽട്രേഷൻ സംവിധാനം സ്ഥാപിക്കാതെ ഭൂമിയിലേക്ക് ഇറക്കിവിട്ട് നാട്ടിലെ ജലസ്രോതസ് മുഴുവനും മലിനമായിരിക്കുകയാണ്. ഇവിടുത്തെ എല്ലാ കിണറിലും നിറയെ വെള്ളമുണ്ട്. പക്ഷേ ആർക്കും അതിനെ യാതൊരു കാര്യത്തിനും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അത് ഈ അഭയത്തിൻ്റെ ഡയാലിസിസ് വെള്ളം കലർന്ന് മലിനമായതാണെന്നുള്ളത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട് കറക്റ്റായിട്ട്. അവരെ കൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതിന് നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് ആരോഗ്യവകുപ്പും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പരിശോധന നടത്തിയെങ്കിലും ഇതുവരെയും നടപടിയുണ്ടായില്ല. തുടർന്ന് നാട്ടുകാർ സമരസമിതി രൂപീകരിച്ചു. സമരം തുടങ്ങിയിട്ടിപ്പോൾ 2 മാസം പിന്നിട്ടു. TDS കണ്ടന്റാണ് ഏറ്റവും കൂടുതൽ ഇതിലുള്ളത്. ഈ TDS കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരൊക്കെ തന്നെ പറയുന്നത് ഇത് കിഡ്നി വരെ നശിക്കാൻ ഇതുള്ള വിഷാംശം അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് ആശങ്കയിലാണ്. ഈ ഒരു സ്ഥാപനമാണെങ്കിൽ നമ്മൾ നാട്ടുകാർ മുഴുവനും സ്വീകരിച്ച സ്ഥാപനമാണ്. അതേസമയത്ത് ഇത് കാലക്രമേണ സംഭവിച്ചത് ഇങ്ങനെയാണ്. പ്രോപ്പറായിട്ട് ഒരു സംഗതി ഇതിൻ്റെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടത് ഇവർ ചെയ്തിട്ടില്ല എന്നുള്ളിടത്താണ് എത്തിയിരിക്കുന്നത്. 1.5 വർഷം മുൻപാണ് ബാരിക്കാട്ടെ അഭയം ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. നിരവധി രോഗികൾ ഈ സംവിധാനത്തെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനമില്ലാത്തതിനാൽ ഡയാലിസിസിന് ഉപയോഗിച്ച വെള്ളം കിണറുകളിലേക്ക് എത്തുന്നതാണ് നാട്ടുകാരുടെ പ്രശ്നം. മലിനമായ ജലം ഉപയോഗിച്ച പലർക്കും ഇതിനകം തന്നെ നിരവധി രോഗങ്ങൾ പിടിപെട്ടു. വിഷയത്തിൽ കളക്ടർ ഇടപെട്ടതോടെ മാലിന്യം പുറത്തേക്ക് കൊണ്ടുപോകാൻ താൽക്കാലിക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ താൽക്കാലിക പരിഹാരം കളക്ടർ നിർദ്ദേശമനുസരിച്ചുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും അവിടെ നിക്ഷേപിക്കാതെ പുറത്തു കൊണ്ടുപോകുന്ന കാര്യം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന് ഒരു സ്ഥിരം പരിഹാരത്തിനുള്ള ഒരു ചർച്ചകൾ കളക്ടറുടെ നേതൃത്വത്തിൽ ടെക്നിക്കൽ ടീം നടത്തുന്നുണ്ട്. അപ്പോൾ അവർ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ഏത് പരിഹാര സംവിധാനവും എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ
അവയൊരുക്കുവാണ്. ഡയാലിസിസ് സെന്റർ മാറ്റി സ്ഥാപിക്കുന്നതുവരെ അനിശ്ചിതകാലത്തേക്ക് സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. പ്രദേശത്തെ കിണറുകളിലെ മാലിന്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജനങ്ങൾ സമരം ആരംഭിച്ചിട്ട് 2 മാസത്തോടടുക്കുകയാണ്. വിഷയത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ശാശ്വതമായ പരിഹാരമുണ്ടാകുമോ എന്ന കാര്യത്തിൽ ആർക്കും ഉറപ്പില്ല. ആരാണ് ഇതിനൊരു മറുപടി നൽകേണ്ടത്? എന്താണ് പരിഹാരമുണ്ടാവുക? ബാരിക്കാട് നിന്ന് രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24. പൊതുജനം കഴുതയല്ല സാർ. പ്രദേശവാസികൾ ഇക്കാര്യത്തിൽ പരാതി നൽകിയതാണ്. ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള പരാതിയാണ് അവിടെ നിന്ന് ഉയരുന്നത്. മലിനജലം മൂലം സമീപവാസികൾ പലതരം രോഗങ്ങൾ അതുമൂലവും ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങളുടെ നാട് മൊത്തം മലിനമായിരിക്കുകയാണ്. പിന്നെ എത്ര കിണറിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ടുണ്ട്, ആ സാമ്പിളൊക്കെ മലിനമായ വെള്ളമാണ്. ഞങ്ങളുടെ നാട് മൊത്തം കുട്ടിച്ചോറായിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യം പിന്നെ അതിന് സേഫ്റ്റി സ്ഥലത്തേക്ക് രോഗികളെ മാറ്റിയിട്ട് ഈ സ്ഥാപനം ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണം എന്നതാണ്. 30 ആളെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് 3000 ആളെ കൊല്ലുന്ന സംഗതി നടക്കില്ലല്ലോ. നമ്മൾ 2500-3000 വീടാണ് ഇതിനെ ചുറ്റുള്ളത്. അപ്പോൾ അവർ നമുക്കെല്ലാവർക്കും ജീവിക്കണ്ടേ? നാളെ നമ്മളെ മക്കൾക്ക് ജീവിക്കണ്ടേ? നമ്മളെ കുഞ്ഞുമക്കൾക്ക് കൊണ്ടുപോകണ്ടേ? നമ്മൾ എത്രയോ കുഞ്ഞുങ്ങളും കുട്ടികളും പ്രായമുള്ള ആളോ എത്രയോ ആൾക്കാരുണ്ട്, സുഖമില്ലാത്ത ആൾക്കാർ, അവരിവരല്ല. അവർക്കെല്ലാം നാളെ ഭാവിയിൽ ഇത് ബുദ്ധിമുട്ട് തന്നെ. ഇപ്പോൾ ഇവിടെ 100ഓളം കിണറ്റിൽ ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ കണ്ടൻറ്റ് കണ്ടിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഇത് മഴക്കാലം വരുന്ന ഈ കാലഘട്ടത്തിന് നമ്മുടെ നാട്ടിൽ മുഴുവൻ ഇത് പരന്ന് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇത് മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യവും. ആരോഗ്യ പ്രശ്നം രൂക്ഷമാകുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ കിണറിലുള്ള വെള്ളം പ്രശ്നം വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ കിണർ വളരെ സുലഭമായി വെള്ളം കിട്ടുന്ന കിണറാണ്. 5ഓളം വീട്ടുകാർ ആ കിണറിന് ഉപയോഗിക്കുന്നുണ്ട്. ആ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് തന്നെ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുട്ടികൾക്ക് തന്നെ വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ആശങ്കയാണ് അവർ പങ്കുവെക്കുന്ന കാര്യങ്ങളിലൊക്കെ അധികൃതർ ഇടപെടും, പരിഹാരം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു വാർത്ത മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ISROയുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാം വിക്ഷേപണം കഴിഞ്ഞ ദിവസം നടന്നാണ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും. NVS 2 ആണ് അന്ന് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. പക്ഷേ ആ ഭ്രമണപഥം ഉയർത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ ദൗത്യത്തിൽ പ്രതിസന്ധി നേരിടുന്നു എന്നാണ് മുഹമ്മദ് റഹീസ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് അറിയിക്കുന്നത്. ഉപഗ്രഹത്തിന്റെ വാൽവുകളിൽ തകരാർ, ദൗത്യം വിജയകരമാക്കാൻ മറ്റു വഴികൾ തേടുകയാണ് ഇപ്പോൾ ISRO എന്ന കാര്യം മുഹമ്മദ് റഹീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. നമ്മളിനി എറണാകുളത്ത് നിന്ന് വരുന്നൊരു വാർത്തയിലേക്ക് പോകുന്നു. എറണാകുളത്ത് ഒരു ബംഗ്ലാദേശി കൂടി പിടിയിലായിരിക്കുന്നു. സുമൻ ഹലാദാറിനെയാണ് പോലീസ് പിടികൂടിയത്. എടവനക്കാട് വെച്ചാണ് ഞാറക്കൽ പോലീസ് ഇദ്ദേഹത്തെ പിടികൂടിയത്. ഓപ്പറേഷൻ ക്ലീൻ പ്രകാരമാണ് നടപടി. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഇപ്പോൾ കൊച്ചിയിൽ നിതിൻ, ആവശ്യമായ രേഖകളില്ലാത്ത ഇത്തരം ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ ഇപ്പോഴും പല ഭാഗങ്ങളിലും ഉണ്ട് എന്നാണോ വ്യക്തമാകുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ നിതിൻ? ഉന്മേഷ്, എറണാകുളം റൂറൽ മേഖലയിൽ ഇത്തരത്തിൽ കൂടുതൽ പേർ മതിയായ രേഖകളില്ലാതെ ബംഗ്ലാദേശിലുള്ള കൂടുതൽ പേർ ഇപ്പോഴും താമസിക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴും പരിശോധനകൾ മേഖലയിൽ നടക്കുന്നത്. ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായാണ് ഞാറക്കൽ മേഖലയിൽ ഇന്ന് പരിശോധന നടത്തിയത്. ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വം നടത്തിയ പരിശോധനയിലാണ് ഒരു ബംഗ്ലാദേശിയെ പിടികൂടിയത്. സുമൻ ഹലാദാർ എന്ന 22-കാരനെയാണ് പിടികൂടിയത്. നമുക്കറിയാം, ബംഗ്ലാദേശിൽ നിന്നും കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ നിരവധി പേർ കേരളത്തിലേക്ക് വരുന്നു. അത് പ്രത്യേകിച്ചും റൂറൽ മേഖല, ആലുവ, പെരുമ്പാവൂർ അടക്കമുള്ള എറണാകുളം റൂറൽ പോലീസ് പരിധിയുടെ മേഖലയിലാണ് ഇവർ താമസിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് 27 പേരെ പിടികൂടിയത്. അതിനുശേഷം ഈ മേഖലയിൽ പരിശോധന ശക്തമാക്കിയിരുന്നു. എന്തായാലും ബംഗ്ലാദേശിലെ ഖുൽന എന്ന ജില്ലയിൽ നിന്ന് ഇവർ നേരെ മുർഷിദാബാദിൽ വരുന്നു. അതിനുശേഷം ബംഗാളിൽ നിന്ന് ബാംഗ്ലൂരിലെത്തി അവിടെ വെച്ച് വ്യാജ ആധാർ കാർഡ് തയ്യാറാക്കിയാണ് ഇവർ നേരെ കേരളത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ രേഖകൾ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അങ്ങനെ പരിശോധനയ്ക്ക് വിധേയമായ രേഖകളിൽ മതിയായ രേഖയില്ലാത്ത ആളുകളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സുമൻ ഹലാദാറിനെ പിടികൂടിയിരിക്കുന്നു. 35 പേരെയാണ് ഇതുവരെയായിട്ട് എറണാകുളം റൂറൽ മേഖലയിൽ നിന്ന് മാത്രം പിടികൂടിയത്. ശരി, നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ISROയുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാം വിക്ഷേപണ ദൗത്യം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. പ്രേക്ഷകർ അത് ഓർക്കുന്നുണ്ടാകും. ആ വിക്ഷേപണം വിജയമായിരുന്നു. NVS 2 ഉപഗ്രഹത്തിന്റെ ഭ്രമണപഥം ഉയർത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഭ്രമണപഥം ഉയർത്തൽ സാധ്യമാകുന്നില്ല എന്നതാണ് ഇപ്പോൾ ISRO നേരിടുന്ന പ്രതിസന്ധി. ഉപഗ്രഹത്തിന്റെ വാൽവുകളിലെ തകരാറാണ് ഇതിന് കാരണമെന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരികയാണ്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ ചേരുന്നുണ്ട്. റഹീസ്, ഈ പ്രതിസന്ധി പരിഹരിക്കാൻ എന്തൊക്കെ ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്? ISRO നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് മുഹമ്മദ് റഹീസ്? ഉന്മേഷ്, GSLV F-15 NVS 02 അതിന്റെ വിക്ഷേപണം വിജയകരമായിരുന്നു. ശേഷം അതിന്റെ ഒരു ദൗത്യം പൂർണ്ണമാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള അല്പം ആശങ്ക ഉയർത്തുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.
ഇതിൽ ഈ സാറ്റലൈറ്റിന് നിലവിൽ തകരാറുകളൊന്നും തന്നെ ഇല്ല. അതായത് പവർ ജനറേഷനിലായാലും ഒപ്പം തന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലായാലും കൃത്യമായ ആശയവിനിമയമൊക്കെ നടത്താൻ കഴിയുന്നുണ്ട്. പക്ഷേ മുഹമ്മദ് റഹീസാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ISROയുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാം ദൗത്യം, 100ാം വിക്ഷേപണം അത് വിജയമായിരുന്നു. പക്ഷേ നിലവിൽ ആ ഉപഗ്രഹമുള്ള ഭ്രമണപഥത്തിൽ നിന്നുള്ള ഉയർത്തൽ സാധ്യമാകുന്നില്ല. അതിലെ വാൽവ് തകരാർ ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നാണ് മുഹമ്മദ് റഹീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ചെന്നൈയിൽ നിന്ന്. അടുത്തൊരു വാർത്തയിലേക്ക് കൂടി. പെരുമ്പാവൂർ നഗരത്തിലെ ശുചിമുറികൾ കേന്ദ്രീകരിച്ച് അനാശാസ്യം. നടത്തിപ്പുകാരൻ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അമൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ അനാശാസ്യ കേന്ദ്രത്തിൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള റെയ്ഡ് ഉണ്ടാകുന്നത്. ഏതാണ്ട് ഈ ഒരു സ്ഥലത്ത് വെച്ച് ശക്തമായ രീതിയിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് കുറച്ച് നാളുകളായി ഉണ്ടായിരുന്നു. അത് പ്രധാനമായും ലോഡ്ജ് മുറികൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ലോഡ്ജ് മുറികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ശക്തമായതോടുകൂടിയാണ് ശുചിമുറികൾ കേന്ദ്രീകരിച്ച് അനാശാസ്യ പ്രവർത്തനം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കിഴക്കമ്പലം സ്വദേശിയായിട്ടുള്ള ജോണിയെയും ബീഹാർ സ്വദേശികളായിട്ടുള്ള 2 അന്യസംസ്ഥാന തൊഴിലാളികളെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാര്യത്തിൽ നാട്ടുകാർക്കെല്ലാം വല്ലാത്ത ഒരു ആശ്ചര്യം തന്നെയാണ്. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ തെങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത്, ആയിരക്കണക്കിന് ബസ്സുകൾ വന്നു പോകുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു അനാശാസ്യ പ്രവർത്തനം നടന്നതെന്നാണ് പറയുന്നത്. 3 മുറികളായി തിരിച്ചുകൊണ്ടാണ് ഈ ശുചിമുറി അനാശാസ്യ കേന്ദ്രമാക്കി മാറ്റിയിരുന്നത്. നഗരസഭയുടെ നേതൃത്വത്തിലുള്ള, പെരുമ്പാവൂർ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ഒരു ബോഡിയുടെ കീഴിലാണ് ഈ അനാശാസ്യ കേന്ദ്രം ഉണ്ടായിരുന്നത്. എന്നാൽ സ്വകാര്യ വ്യക്തിക്കായിരുന്നു ഇതിന്റെ നടത്തിപ്പ് ചുമതല. ഈ സ്വകാര്യ വ്യക്തിയെ അടക്കം ഇതിന്റെ അകത്ത് അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാനിരിക്കുകയാണ് പോലീസ്. ഉന്മേഷ്. അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് അപ്പോൾ പൊതുജനം കഴുതൽ എന്ന പരിപാടി പൂർത്തിയാവുകയാണ്.